വെളുത്തുള്ളി, ഇഞ്ചി, പുതിന, മല്ലിച്ചപ്പ്. ചില്ലി പൗഡർ 2 സ്പൂൺ. മല്ലി 2 സ്പൂൺ. 1 ടീസ്പൂൺ കുരുമുളക്. ആവശ്യത്തിന് ഉപ്പ്. ചെറിയ ജീരകം 2 സ്പൂൺ. സൺഫ്ലവർ ഓയിൽ. ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി അരച്ചെടുക്കുക. അരച്ചു വെച്ച മസാല ചിക്കൻ്റെ മുകളിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. 3/4 മണിക്കൂർ വരെ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഏകദേശം 1 മണിക്കൂർ നേരത്തെ മുൻപ് കുതിർത്തി വെച്ച അരി ഊറ്റാൻ വയ്ക്കുക. ആ സമയം വെള്ളം തിളക്കാനായി വയ്ക്കുക. ചിക്കൻ സ്റ്റോക്ക് 2 എണ്ണം. നാരങ്ങ ഉണങ്ങിയത് പകുതി. ലീഫ്. കുരുമുളക്. കറുവ, ഗ്രാമ്പു. ആവശ്യത്തിന് ഉപ്പ്. നേരത്തെ മാറ്റിവെച്ച ചിക്കനിലോട്ടേക്ക് കാപ്സിക്കോ ചെറുതായി മുറിച്ചിട്ടത്. ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തത്. 1 സ്പൂൺ എടുത്ത് എല്ലാവിടെയും സ്പ്രെഡ് ചെയ്യുക. തീ ഓൺ ചെയ്യുക. എന്നിട്ട് മൂടി കൊണ്ട് അടച്ചു വയ്ക്കുക. ആ സമയം തിളച്ച് വന്ന വെള്ളത്തിലേക്ക് അരി ഇടുക. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കുക. ചിക്കൻ ഒന്ന് മറിച്ചിടുക. മറിച്ചിടുമ്പോൾ കാപ്സിക്കവും ഉള്ളിയും അടിയിൽ വരുന്ന രീതിയിൽ മറിച്ചിടുക. ചോറ് പകുതി വെന്തതിന് ശേഷം ഊറ്റാൻ വയ്ക്കുക. കുറച്ച് ചോറെടുത്ത് ഇതിലേക്ക് ഇടുക. മസാലപ്പൊടി ഇടുക. ബാക്കിയുള്ള ചോറും കൂടി ഇതിലേക്ക് ഇടുക. അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി മസാല സ്പ്രെഡ് ചെയ്യുക. ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മുളക് വയ്ക്കുക. ഇതിനുശേഷം മൂടി അടച്ചു വയ്ക്കുക. നടുവിലായിട്ട് ചെറിയൊരു പാത്രം വയ്ക്കുക. ഇതിലേക്ക് ചൂടുള്ള കണല് എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ പാർന്ന് കൊടുത്തതിന് ശേഷം സ്മോക്കിംഗ് പോകുന്നതിന് മുമ്പേ അടച്ചു വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ മന്തി സെറ്റായിട്ടുണ്ടാവും. ഇതിൽ വെച്ച കണൽ എടുത്ത് മാറ്റുക. മുളകെടുത്ത് മാറ്റി വയ്ക്കുക. നല്ലോണം വെന്തിക്കുക. പകുതി ചോറെടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റുക. ചിക്കൻ പീസ് എടുത്ത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുക. ആ മസാലയിലേക്ക് ഈ ചോറിട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നന്നായി യോജിപ്പിക്കുക. പ്ലേറ്റിലേക്ക് ഇടുക. അതിലോട്ടേക്ക് നമ്മൾ മാറ്റിവെച്ച ചിക്കൻ പീസ് എടുത്ത് വയ്ക്കുക. മുളക് നേരത്തെ മാറ്റിവെച്ച മുളക് കൊത്തി വയ്ക്കുക. ഇതാ നമ്മളുടെ മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ ഞാൻ വിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. മന്തിക്ക് കൂട്ടാൻ അല്പം പഴവർസ് വേണ്ടേ? അത് നമുക്ക് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് 2 മുട്ട, 4-5 എണ്ണം വെളുത്തുള്ളി ഇടുക.
അതിലേക്ക് ജസ്റ്റ് അടിച്ചെടുക്കും. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഇനി ഒന്നുകൂടി അടിച്ചെടുക്കും. ഇതിലേക്ക് ആവശ്യമായ വിനാഗിരി ചേർക്കാം. ആവശ്യമായ ഉപ്പ് ചേർക്കാം. കുറച്ച് പഞ്ചസാര. ഈ എരിവുണ്ടായി നല്ല രുചി ഉണ്ടാവില്ലേ, അതിനാൽ കുറച്ച് കുരുമുളക് ചേർക്കാം. എന്നിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. എൻ്റെ അടിപൊളി മയോണൈസ് തയ്യാറായി. ഇനി നമുക്ക് മന്തിയുടെ കൂടെ മയോണൈസും തിന്നു നോക്കാം. നോക്കൂ, ഇത് നോക്കൂ, നമ്മൾ മന്തിയും മയോണൈസും തയ്യാറായി. ഇനി നമുക്കൊന്ന് ഇത് നോക്കാം. കൊള്ളാം.